കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഫീസ്, സപ്ലിമെൻ്ററി എക്സാം ഫീസ് തുടങ്ങിയ ഫീസുകൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ അടച്ച ഹെഡ് മാറിയിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് അത് ശരിയാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് എക്സാം ഫീസ് അടയ്ക്കേണ്ടത് EX01335 എന്ന ഹെഡിലായിരുന്നു. പക്ഷേ നമ്മൾ എക്സാം ഫീസ് അടച്ചത് CUCBCSS എന്നുള്ള ഹെഡിൽ EX01333 എന്നുള്ള ഹെഡിലാണ് കാശടയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ അടച്ചു കഴിയുമ്പോൾ ഇത് STE സ്റ്റുഡൻസിനുള്ള ഹെഡല്ല, ഇത് ആക്ച്വലി CUCBCSSലെ സ്റ്റുഡൻസിനുള്ള ഹെഡാണ്. പക്ഷേ നമ്മൾ എക്സാം ഫീസ് അതിലാണ് അടയ്ക്കുന്നത്. എക്സാം ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എടുത്ത് അതിന് നമുക്ക് ഏത് ഹെഡാണോ വേണ്ടത് അത് നോക്കി ഫീസ് എത്രയാണെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസിന് കൊടുക്കണം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് അതിൽ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഇൻസ്റ്റൻറ്റ് പേ. ആ ഇൻസ്റ്റൻറ്റ് പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹെഡാണ് എന്നുള്ളത് കാണിച്ചു തരും. ആ ഹെഡ് നമ്മൾ നോക്കിയിട്ട് എടുക്കണം. കൃത്യമായിട്ടുള്ള ഹെഡിൽ അടയ്ക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മൾ തെറ്റി അടച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ആ ഹെഡുകളെല്ലാം കാണിക്കും. അപ്പോൾ അതിൽ EX01335 ശരിക്ക് STE സ്റ്റുഡൻസിൻ്റെ CUCBCSS അടയ്ക്കേണ്ടത്. പക്ഷേ നമ്മളിവിടെ ഹെഡ് മാറി 1333 എന്നുള്ള ഹെഡിലാണ് അടച്ചത്. അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേര്, ആദ്യം വേണ്ടത് രജിസ്റ്റർ നമ്പറാണ്. രജിസ്റ്റർ നമ്പർ വളരെ കൃത്യമായിട്ട് നൽകുക. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേര് വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എന്താണോ അത് കൃത്യമായിട്ട് നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് നൽകുക. ആ ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയതിന് ശേഷം അതിന് താഴെ നിങ്ങളുടെ അഡ്രസ്സ് നൽകേണ്ട സ്ഥലമാണ്. അവിടെ അഡ്രസ്സ്, പിൻകോഡ് അടക്കമുള്ള അഡ്രസ്സ് നൽകുക. അഡ്രസ്സിന് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. ആ മൊബൈൽ നമ്പർ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കണം. കാരണം ആ മൊബൈൽ നമ്പറിലേക്കാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ചലാൻ നമ്പറും അതുപോലെ തന്നെ സെക്യൂരിറ്റി നമ്പറും വരേണ്ടത് ആ മൊബൈൽ നമ്പറിലേക്കാണ്. അത് കാരണം മൊബൈൽ നമ്പർ വളരെ കൃത്യമായിട്ട് ശരിയായിട്ടുള്ളത് കൊടുക്കുക. ആ മൊബൈൽ നമ്പർ ആ സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുകയും വേണം. അങ്ങനെ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. അതിന് താഴെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ ID ആയിരിക്കണം. കാരണം അത് തെറ്റിക്കൊടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ SMS വന്നില്ലെങ്കിലും നിങ്ങൾ ഇമെയിൽ ID തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ ചലാൻ നമ്പറും OTP ലഭിക്കും. അത് കണ്ട് കൃത്യമായിട്ട് അത് നൽകുക. എത്ര രൂപയാണ് നിങ്ങളുടെ ഫീസ് എന്നുള്ളത് നിങ്ങൾ ആ ഹെഡ് സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കും. ഫീ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേപ്പറാണുള്ളത് എന്നുള്ളത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത്. അത് കാരണം കൊണ്ട് അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്കിപ്പോൾ 2 സപ്ലിമെൻ്ററി ആണെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര രൂപയായിരിക്കും എന്നുള്ളത് അത് നോക്കിയിട്ട് ആ ഫീ കാൽക്കുലേറ്റർ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മളിവിടെ SBI ഓൺലൈനാണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് വന്ന് 30 രൂപയാണ്. അത് മാറ്റി നമ്മൾ 275 രൂപയാണ് ഇപ്പോൾ അതിൻ്റെ ഇവിടെ ഫീ അടയ്ക്കുന്നത്. അപ്പോൾ ആ 275 രൂപ നമ്മളിവിടെ ഇങ്ങനെ അതിൽ കൊടുക്കുകയാണ്. ആ 275 കൊടുത്ത് അതിൽ ഒരു ടിക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇതിവിടെ ഒന്നുകൂടി ക്രോസ് വെരിഫിക്കേഷനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കറക്റ്റ് ഹെഡ് ഏതാണ് എന്നുള്ളതൊക്കെ ഒന്നുകൂടി നമ്മൾ നോക്കണം. അതേപോലെ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എല്ലാം ക്ലിയർലി നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ക്രീൻ കൂടി വരും. അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണിച്ചിട്ടുണ്ടാവും. കണ്ടിന്യൂ ഫോർ പേയ്മെൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ SBIയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇതിലേക്ക് പോകും. യൂസർ നെയിം, പാസ്വേഡ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ് വെച്ചിട്ട് കാർഡിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേണ്ടി നിങ്ങൾക്ക് കാർഡ് വെച്ചിട്ട് പേ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 60 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നിങ്ങളുടെ ചലാൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും വരുന്നത്. ചില സമയങ്ങളിൽ ഇവിടെ വെച്ചിട്ട്
സൈറ്റ് കട്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ കണക്ഷൻ കട്ടാവുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് നിങ്ങളുടെ കാശ് അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്യും, നിങ്ങൾക്ക് ചലാൻ നമ്പർ ലഭിക്കുകയും ചെയ്തിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കാരണം ചിലപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് വരും. കാരണം ഒരു വട്ടം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ കാശ് നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് റീഫണ്ട് കിട്ടില്ല. അത് കാരണം കൊണ്ട് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കണക്ഷൻ ലോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഇവിടെ ട്രബിൾ വന്നു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ആ സമയത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചലാൻ നമ്പറും പാസ്വേഡും കിട്ടും. അങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഈ 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യം അടച്ച കാശ് റീഫണ്ട് വരും. അപ്പം നമുക്കതിൻ്റെ ചലാൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും വന്നു. ഇനി നമ്മൾ വീണ്ടും ഫസ്റ്റ് പേജ് വന്ന് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കണം. ഇത് നമുക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യത്തെ ഹോം പേജിൽ വന്നിട്ട് നമ്മൾ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ എടുത്ത് നമ്മളിവിടെ അങ്ങനെ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷനിൽ നമ്മളിപ്പോൾ CUCBCSS ആണ് എടുക്കുന്നത്. അതെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നമ്മളുടെ ചലാൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നമുക്കിപ്പോൾ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുള്ള ചലാൻ നമ്പറും പാസ്വേഡും അവിടെ കൊടുക്കുകയാണ്. അത് കൊടുത്തിട്ട് വാലിഡേറ്റ് കൊടുക്കുക. വാലിഡേറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വന്നു. ഗോ കൊടുക്കുമ്പോൾ നമ്മൾ ഗോ കൊടുക്കണം. ഗോ കൊടുക്കുമ്പോൾ മെസ്സേജ് വന്നത് ഈ സ്കീമിൽ ഇങ്ങനെ ഒരു കുട്ടി പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ കുട്ടി ശരിക്ക് ഉണ്ടായിരുന്നത് SDE CUCBCSS ആയിരുന്നു, അല്ലാതെ വെറും റെഗുലർ CUCBCSS ആയിരുന്നില്ല. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഹെഡ് മാറി അടച്ചു എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ശരിക്കും ഇവരുടെ ചെയ്യേണ്ടത് SDEയിൽ CUCBCSS ആയിരുന്നു, മാറിയിട്ട് ആണ് ചെയ്തത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആ ഹെഡിൽ നമ്മളതിൻ്റെ സെക്യൂരിറ്റി നമ്പർ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനൊരു കുട്ടി അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഹെഡ് നോക്കിയിട്ട് ഈ മുഴുവൻ സംഖ്യയും വീണ്ടും അടയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലാതെയുള്ള ഒരു എളുപ്പത്തിൽ നമുക്ക് ആ കാശ് നഷ്ടപ്പെടാതെ ചെയ്യാനുള്ളൊരു വഴിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഹെഡ് എടുക്കുക. അതായത് ഇപ്പോൾ 1335 ആ ഹെഡ് എടുക്കുക. ആ ഹെഡ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു 10 രൂപ ആ ഹെഡിൽ ഇത് വീണ്ടും ഇൻസ്റ്റൻറ്റ് പേ എടുക്കാം. നേരത്തെ അതേപോലെ ഹെഡ് കൃത്യമായിട്ടുള്ള നമ്മൾ ആ ഹെഡ് 1335 എന്നുള്ള ഹെഡ് എടുക്കുക. എന്നിട്ട് ഫോം ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 10 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിലേക്ക് അടയ്ക്കാം. ഇപ്പോൾ ഒരു ചലാൻ കൂടി വരും. ആ ചലാനും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നതിന് ശേഷം ഈ ചലാൻ വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇനി ചെയ്യുന്നത്. അതിനാദ്യം നമ്മൾ വീണ്ടും ഓൺലൈൻ ആപ്ലിക്കേഷൻ എടുത്ത് SDE എടുത്ത് അതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഹെഡ് ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോൾ രണ്ടാമത് 10 രൂപ അടച്ച അതിൻ്റെ ചലാൻ നമ്പർ നമ്മൾ ചലാൻ നമ്പറായിട്ട് കൊടുക്കുക. അതിന് വന്നിട്ടുള്ള സെക്യൂരിറ്റി നമ്പർ അതും കൊടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും, ഡു യു വാണ്ട് എനി അനദർ ചലാൻ. അതിന് നമ്മൾ നേരത്തെ അടച്ചിട്ടുള്ള ആ 275 രൂപയുടെ ചലാൻ നമ്പറും അതിൻ്റെ സെക്യൂരിറ്റി നമ്പർ അതായത് പാസ്വേഡും അതിൽ കൊടുക്കുക, രണ്ടാമത്തേൽ കൊടുക്കുക. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നമ്മൾ കൃത്യമായിട്ട് ഹെഡിൽ അടച്ചിട്ടുള്ളതിൻ്റെ 10 രൂപയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ വരും. എന്നതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ നോക്കണം, നമുക്ക് എത്ര രൂപയാണ് അതിൽ കയറിയിരിക്കുന്നത്. ഇതിലിപ്പോൾ കൃത്യമായിട്ട് 285 രൂപ കയറിയിട്ടുണ്ട്. നേരത്തെ 275 ഇപ്പോൾ ഉള്ള 10 രൂപയും കൂടിയിട്ട് 285 രൂപ കയറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിപ്പോൾ ഇത് സപ്ലിമെൻ്ററി ആപ്ലിക്കേഷനാണ്. ആ സപ്ലിമെൻ്ററി ഏതൊക്കെ പേപ്പറുകളാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ആ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് PDF ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി നിർബന്ധമായും ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് ഇനി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PDF പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഗസറ്റർ ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത 2 ചലാനും അതിൻ്റെ ഒപ്പം തുന്നിക്കെട്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കണം. അയക്കേണ്ട അഡ്രസ്സ് ഇതിൻ്റെ ഏറ്റവും താഴെ ലൈനിലുണ്ടായിരിക്കും. ആ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്.